Hello everyone, once again welcome back to physics video class. ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാന ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അതിന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാപ്പിലാരിറ്റിയെ കുറിച്ചാണ്, അഥവാ കേശികത്വം. ഓക്കെ, ഈ കേശികത്വത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു പദമുണ്ട്, അതാണ് കാപ്പിലറി ട്യൂബ്. ഓക്കെ, കാപ്പിലറി ട്യൂബ് അഥവാ കേശിക കുഴൽ. എന്താണ് ഈ കേശിക കുഴൽ അഥവാ കാപ്പിലറി ട്യൂബ്? ഒരു ട്യൂബാണ് പേരിലുണ്ട് അല്ലേ, ഒരു കുഴലാണെന്ന് പേരിലുണ്ട്. എന്ത് ടൈപ്പ് കുഴലാണ് ഈ പറയുന്ന കാപ്പിലറി ട്യൂബ് എന്ന് നമുക്കറിയണം. നോക്കാം, നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന പെന്നിൽ, നമ്മൾക്ക് ഉപയോഗിക്കുന്ന പെന്ന്, അതിൻ്റെ ഉള്ളിൽ റീഫില്ല് കണ്ടിട്ടില്ലേ? ഈ റീഫില്ലിൻ്റെ കുഴൽ അതൊരു ട്യൂബാണല്ലോ, അതൊരു ചെറിയൊരു ട്യൂബാണ്, ഒരു കുഴലാണ്. ഈ കുഴലിൻ്റെ ഹോള് വളരെ ചെറുതല്ലേ? അതിനേക്കാൾ ചെറിയ കുഴലിനെയാണ് എന്ത് വിളിക്കുക? കാപ്പിലറി ട്യൂബ് അഥവാ കേശിക കുഴൽ എന്ന് വിളിക്കുക. അത് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്, അല്ലാതെ അതുപോലെ ഒരു പ്ലാസ്റ്റിക് കൊണ്ടല്ല, ഒരു ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ കാപ്പിലറി ട്യൂബ്. അപ്പോൾ ഈ കാപ്പിലറി ട്യൂബ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നേരിയ കുഴലാണ്. നേരിയ കുഴൽ അഥവാ എങ്ങനെ വിളിക്കാം ഇംഗ്ലീഷിൽ? നാരോ ട്യൂബ്. നാരോ ട്യൂബ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കാപ്പിലറി ട്യൂബ് എന്ന് പറയുന്നത് ഒരു നേരിയ കുഴലാണ്, ഒരു നാരോ ട്യൂബാണ്. ഇത് നോക്കാം, നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഞാൻ രണ്ട് ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ട്യൂബ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ടെസ്റ്റ് ട്യൂബ് ഇത്രയും വലിയൊരു ടെസ്റ്റ് ട്യൂബ് ഒന്നല്ല. ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇപ്പോൾ ഏകദേശം ഈ ഞാൻ ഉപയോഗിക്കുന്ന ഈ മാർക്കറിൻ്റെ ഒക്കെ സൈസുള്ള ഒരു ടെസ്റ്റ് ട്യൂബാണ് ഞാനിവിടെ എടുക്കുന്നത്. ഓക്കെ, ഞാൻ വലുതാക്കി വരച്ചതേ ഉള്ളൂ. അതിൽ ഞാൻ എന്ത് ഇറക്കി വെച്ചിട്ടുണ്ട്? കേശിക കുഴൽ അഥവാ കാപ്പിലറി ട്യൂബ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഞാൻ നിറച്ച് വെച്ചിട്ടുള്ളത് വാട്ടറാണ്, വെള്ളം. ഓക്കെ, മറ്റേതിൽ മെർക്കുറി. ഓക്കെ, രണ്ടും ഒരു ദ്രാവകമാണ്, ലിക്വിഡാണ്. അപ്പോൾ രണ്ട് ലിക്വിഡ്സിൽ, രണ്ട് വ്യത്യസ്ത ലിക്വിഡ്, രണ്ട് വ്യത്യസ്ത ദ്രാവകത്തിൽ ഞാൻ എന്ത് ചെയ്തു? കാപ്പിലറി ട്യൂബിനെ ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നിരീക്ഷിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ നോക്കുക, ഈ നേരിയ കുഴലിലൂടെ ഈ പറയുന്ന വാട്ടർ, ഇവിടെ നമ്മൾ വാട്ടറിൽ ഇറക്കി വെച്ചതാണ്, ഈ വാട്ടർ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് പൊങ്ങി വരുന്നു, ഉയരുന്നു. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഉയരുന്നു. ഈ നേരിയ കുഴലിലൂടെ വെള്ളം ഉയരുന്നു. ഇംഗ്ലീഷിൽ പറയാം റൈസസ് അപ്പ്. ഓക്കെ, ഇറ്റ് റൈസസ് അപ്പ്. ഓക്കെ, ഇനി നോക്കാം, മെർക്കുറിയിൽ നോക്കിയപ്പോൾ ഇതിന് നേരെ വിപരീതമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് ഇവിടെ പൊങ്ങി, പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു? താഴ്ന്നു പോകുന്നു. ഓക്കെ, ഇവിടെ ഉയരുന്നു, പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു? താഴ്ന്നു പോകുന്നു. ഞാൻ ഇതിൽ ഇറക്കി വെച്ചപ്പോൾ ഇതെന്ത് ചെയ്തു? താഴ്ന്ന് ഇവിടെ വരെ എത്തി. ഓക്കെ, താഴ്ന്നു പോകുന്നു. ഇംഗ്ലീഷിൽ വിളിക്കാം ഡിപ്രഷൻ. ഓക്കെ, ഇംഗ്ലീഷ് ടേം ആണ്, ഒന്നും കൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടി. കാരണം ഉയരുക താഴുക വളരെ സിമ്പിളാണ്. മറ്റൊന്ന് എന്താ പറയുന്നത്? റൈസസ് ആൻഡ് ഡിപ്രഷൻ. റൈസും ഡിപ്രഷനും ഒക്കെ, ഉയരുന്നു താഴുന്നു. ക്ലിയർ? അപ്പോൾ നോക്കുക, രണ്ടും നാരോ ട്യൂബാണ്, പക്ഷെ രണ്ട് വ്യത്യസ്ത ലിക്വിഡ് എടുത്തു. ഒന്നിൽ എന്ത് ചെയ്യുന്നു? ദ്രാവകം ഉയരുന്നു, ഒന്നിൽ ദ്രാവകം താഴുന്നു. ഒന്നിൽ ലിക്വിഡ് റൈസ് ചെയ്യുന്നു, ഒന്നിൽ ലിക്വിഡ് ഡിപ്രഷൻ സംഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ ലിക്വിഡിന് ഈ നാരോ ട്യൂബിന് അഥവാ നമ്മുടെ നേരിയ കുഴലിലൂടെ ഈ പറയുന്ന ദ്രാവകം, പൊതുവായിട്ട് ദ്രാവകം, അത് ഏതെങ്കിലും ദ്രാവകം ആയിക്കോട്ടെ, ദ്രാവകത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഉയരാനും കഴിയും, താഴാനും കഴിയും. ഓക്കെ, താഴ്ന്നു പോകാനും കഴിയും. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ പഠിക്കാം. ഇവിടെ നേരിയ കുഴലിലൂടെ ദ്രാവകത്തിന് ഉയരാനും താഴാനും കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ നോക്കാം. നാരോ ട്യൂബിലൂടെ ലിക്വിഡ്സിനെ റൈസ് ചെയ്യാനും ഡിപ്രഷനും കഴിയും. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കിക്കോളൂ. നമ്മൾ കേശിക കുഴലിൻ്റെ കഴിഞ്ഞു. ഇനി മറ്റൊരു എക്സാമ്പിൾ, ഞാൻ ചോക്ക് എടുക്കുക. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വൈറ്റ് ചോക്ക് ഉണ്ടല്ലോ, ആ ചോക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ ഇങ്കിൻ്റെ ബോട്ടിൽ എന്ത് ചെയ്യുക? അതായത് മഷിക്കുപ്പിയിൽ ഇറക്കി വെക്കുക. ഞാൻ ടിപ്പ് ഇങ്ങനെ ഇറക്കി വെക്കുന്നുള്ളൂ. കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, അതിലൂടെ ഇങ്ങനെ ആ മഷി ഇങ്ങനെ ഉയർന്നു പൊന്തി വരും. ഓക്കെ, നമ്മളതിൽ കുറച്ചൊരു ടിപ്പ് ഇറക്കി വെച്ചാൽ, മുഴുവനായിട്ട് ഇറക്കി വെക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഇറക്കി വെച്ചാൽ തന്നെ കുറച്ച് സമയം എടുത്തിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതങ്ങനെ ഉയർന്ന് ഇങ്ങനെ പൊങ്ങി 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 ഇങ്ങനെ വരും. ഓക്കെ, എങ്ങനെ അതിലൂടെ പൊങ്ങി വരുന്നു എന്ന് നമുക്കറിയണം. നോക്കിക്കോ, സംഭവം ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ, ഈ പറയുന്ന ചോക്കൻ്റെ ഉള്ളിൽ വളരെ വളരെ ചെറിയ സുഷിരങ്ങളുണ്ട്. ഓക്കെ, ചെറിയ സുഷിരങ്ങളുണ്ട്. മനസ്സിലാക്കി നോക്കുക, ചെറിയ
സുഷിരങ്ങളുണ്ട്, സുഷിരങ്ങൾ. ഓക്കെ, അത് വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് വിളിക്കാം സൂക്ഷ്മ സുഷിരം. ഓക്കെ, അന്ന് സൂക്ഷ്മ സുഷിരം എന്നുള്ളത് കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നത്? അത്രയും ചെറുതാണ്, നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ട് സൂക്ഷ്മ സുഷിരം എന്ന് വെച്ചാൽ മലയാളത്തിൽ വിളിക്കാം, ഇംഗ്ലീഷിൽ വിളിക്കാം മൈന്യൂട്ട് ഹോൾസ്. ഓക്കെ, ഇംഗ്ലീഷിൽ മൈന്യൂട്ട് ഹോൾസ്. മിനിറ്റ് ഹോൾസ് എന്ന് വിളിക്കരുത് കേട്ടോ, മൈന്യൂട്ട് ഹോൾസ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സൂക്ഷ്മ സുഷിരങ്ങൾ ഉള്ളതുകൊണ്ട്, ഈ മൈന്യൂട്ട് ഹോൾസ് ഉള്ളതുകൊണ്ട് അതിലൂടെ എന്ത് ചെയ്യുന്നു? ഈ മഷി ഇങ്ങനെ പൊങ്ങി വരുന്നു. മഷി എന്ന് പറയുന്നത് ഒരു ദ്രാവകമാണ്, ഒരു ലിക്വിഡാണ്. അപ്പം ഈ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ അവ എന്ത് ചെയ്യുന്നു? പൊങ്ങി വരുന്നു, ഉയരുന്നു, റൈസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നേരിയ കുഴലിലൂടെ എന്ത് ചെയ്യുന്നു? ഉയരുകയും ചെയ്യുന്നു, താഴ്ന്നു പോകുകയും ചെയ്യുന്നു അല്ലേ? സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു? ഉയരുന്നു എന്ന് പറഞ്ഞു. ഇനി താഴ്ന്നു പോകുന്നുണ്ടോ, ഡിപ്രഷൻ സംഭവിക്കുന്നുണ്ടോ എന്നും കൂടി നമുക്ക് നോക്കണം. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമ്മൾ ടെറസൊക്കെ ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ടെറസിൻ്റെ മുകളിൽ മഴക്കാലങ്ങളിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിന്ന് കഴിഞ്ഞാൽ, സിമെൻ്റൊക്കെ ഇട്ട് നല്ല വൃത്തിയിൽ വാർത്തതാണെങ്കിലും നമ്മൾ ടെറസ് ഇട്ട് കഴിഞ്ഞാൽ ഈ ടെറസിന് മുകളിൽ വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി കിടക്കാമെന്ന് വിചാരിക്കുക. അതിൽ താഴേക്ക് നമ്മൾ താഴെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ചുമരിൻ്റെ ചുറ്റുപാടും ഇങ്ങനെ നനവ് കാണാൻ കഴിയും അല്ലേ? വെറ്റായിട്ട് കാണും. എന്തുകൊണ്ടാണ് അങ്ങനെ നനവായിട്ട് കാണുന്നത്? ആ വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടല്ലേ. അങ്ങനെ ഇറങ്ങി വരാൻ നമ്മളെ കണ്ണുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഹോൾസ്, എന്തെങ്കിലും തുളകൾ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ വളരെ വളരെ ചെറിയ ഹോൾസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അത് ഇറങ്ങി പോകുന്നത്. നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഹോൾസുകൾ, അങ്ങനെയുള്ള സുഷിരങ്ങൾ എന്താ വിളിക്കുക? സൂക്ഷ്മ സുഷിരങ്ങൾ, മൈന്യൂട്ട് ഹോൾസ്. അപ്പോൾ നോക്കുക, ആ വെള്ളത്തിന് താഴേക്ക് ഇറങ്ങി വരാൻ കഴിയുന്നില്ലേ? താഴ്ന്നു പോകുന്നില്ലേ? ഡിപ്രഷൻ സംഭവിക്കുന്നില്ലേ? അപ്പോൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കുക, സൂക്ഷ്മ സുഷിരത്തിലൂടെ, മൈന്യൂട്ട് ഹോൾസിലൂടെ ഉയരാൻ മാത്രമല്ല പറ്റുക, എന്തിനു പറ്റും? താഴ്ന്നു പോകാനും പറ്റുന്നു. ഓക്കെ, അപ്പോൾ നോക്കാം, നേരിയ കുഴലെടുത്തു കഴിഞ്ഞാലും സൂക്ഷ്മ സുഷിരങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിലൂടെ ദ്രാവകങ്ങൾക്ക് ഉയരാനും കഴിയും, താഴ്ന്നു പോകാനും കഴിയും. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം നോക്കുക, നാരോ ട്യൂബ് എടുത്തു കഴിഞ്ഞാലും മൈന്യൂട്ട് ഹോൾസ് എടുത്തു കഴിഞ്ഞാലും ലിക്വിഡ്സിന് അതിലൂടെ റൈസ് ചെയ്യാനും കഴിയും, ഡിപ്രഷൻ നടത്താനും കഴിയും. ഓക്കെ, ഈ ഒരു ഫിനോമിന, ഈ ഒരു പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് കാപ്പിലാരിറ്റി അഥവാ കേശികത്വം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ കൃത്യമായിട്ടൊന്ന് എഴുതണം. നോക്കാം, മലയാളം മീഡിയം അത് നോക്കിക്കോളൂ. നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ, ഓക്കെ നമ്പർ ഇടാം, നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ ഉയരുകയോ താഴ്ന്നു പോകുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം. ക്ലിയർ? ഓക്കെ, നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് എന്ത്? കേശികത്വം. ഇംഗ്ലീഷ് മീഡിയം നോക്കാം. ഇംഗ്ലീഷ് മീഡിയം നമ്മൾ എന്താ പറയുക, നേരെ ഓപ്പോസിറ്റ് റിവേഴ്സ് ഓർഡറിലാണ് ഡെഫിനിഷൻ ഉണ്ടാക്കാറുള്ളത് അല്ലേ? അതെന്ന് വെച്ചാൽ ഇവിടുന്ന് തുടങ്ങണം. നോക്കാം, ദ റൈസ്. ഓക്കെ, ഫസ്റ്റ് വൺ, ദ റൈസ് ഓർ ഡിപ്രഷൻ. ഓക്കെ, ദ റൈസ് ഓർ ഡിപ്രഷൻ. ആരാ റൈസും ഡിപ്രഷൻ? ഓഫ് ലിക്വിഡ്സ്. The rise or depression of liquids through narrow tube or minute holes. Okay, the rise or depression of liquids through narrow tube or minute holes is called capillarity. ക്ലിയർ ആണോ? ഇതാണ് കാപ്പിലാരിറ്റി. ഡെഫിനിഷൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇനി നോക്കിക്കോളൂ, നമ്മളിവിടെ പറഞ്ഞു ഇതിന് ഉയരാനും കഴിയുന്നുണ്ട്, താഴ്ന്നു പോകാനും കഴിയുന്നുണ്ട്. റൈസും ഉണ്ട്, ഡിപ്രഷനും ഉണ്ട്. ആ ഓർഡറിൽ നമുക്ക് ഇതിൻ്റെ രണ്ടാക്കി മാറ്റാം. ഒന്ന്, ഉയരുന്നതിന് വിളിക്കാം കാപ്പിലറി റൈസ്. ഓക്കെ, ഉയരുന്നതിന് കാപ്പിലറി റൈസ്, താഴ്ന്നതിന് കാപ്പിലറി ഡിപ്രഷൻ. ഓക്കെ, കാപ്പിലറി റൈസും കാപ്പിലറി ഡിപ്രഷനും. ഇനി മലയാളത്തിൽ നോക്കിക്കോ, കേശികത്വത്തിൽ ഉയർച്ചകളെ കുറിച്ച് പറയുന്നത് എങ്ങനെ പറയാ? കേശിക ഉയർച്ച, മറ്റേത് കേശിക താഴ്ച. സിമ്പിളാണ്. ഈ കാപ്പിലാരിറ്റി എന്ന ടേമിന് കൂടെ ഉയർച്ചയും താഴ്ചയും റൈസും ഡിപ്രഷനും ചേർത്താൽ മതി. ഓക്കെ, ഇത് കാപ്പിലറി റൈസ്, ഇത് കാപ്പിലറി ഡിപ്രഷൻ. കേശിക ഉയർച്ച, കേശിക താഴ്ച. ക്ലിയർ ആണോ? ഇതാണ് കാപ്പിലറി റൈസും ഡിപ്രഷനും. ഇനി ഇതേപോലത്തെ ചില എക്സാമ്പിൾസും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതേ എക്സ്പെരിമെന്റിലേക്ക് തന്നെ തിരിച്ചു വരാം.
ഇവിടെ ഈ എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ ചിത്രങ്ങൾ വരക്കുമ്പോൾ ഈ ചിത്രം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ചിത്രങ്ങൾ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നോക്കാം, ഇവിടെ ചിത്രത്തിൽ ഇവിടെയുള്ള കേർവ്, ഈ വളവെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എന്നാൽ ഈ ഭാഗത്തോ അത് നേരെ താഴേക്കാണ്. ഓക്കെ, അത് കൃത്യമായിട്ട് തന്നെ വരക്കണം. നിങ്ങൾ വരക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് വരക്കണം. നേരെ തിരിച്ച് വരച്ചു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോകും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അത് പെട്ടെന്ന് മനസ്സിലാക്കുക? സംഭവം നോക്കിയോളൂ. നിങ്ങൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കാപ്പിലറി റൈസ് ആണ്, ഉയരുകയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഒരു കവർ എടുത്ത്, ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് മുകൾക്ക് ഇങ്ങനെ ഉയർത്തി നോക്കുക. എന്താ സംഭവിക്കുക? ഏത് രൂപത്തിലാണ് കർവ് ഉണ്ടാവുക? ഈ രൂപത്തിലല്ലേ? അതേപോലെ തന്നെ ഉയരുമ്പോൾ ഏത് രൂപത്തിലായിരിക്കും? ഇങ്ങനെ ആയിരിക്കും. ഇനി താഴ്ന്നു പോകുന്നത്, ഡിപ്രഷൻ സംഭവിക്കുന്നത് ഒരു പാരച്യൂട്ട്. ഓക്കെ, പാരച്യൂട്ടിൽ എങ്ങനെ സംഭവിക്കുക? പാരച്യൂട്ട് താഴേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ പാരച്യൂട്ട് ഏതാകൃതിയിലാണ്? ഈ രൂപത്തിൽ. അതേപോലെ തന്നെ താഴേക്ക് വരുന്ന സമയത്ത് ഈ രൂപത്തിലായിരിക്കും. ഓക്കെ, അങ്ങനെ വേണം ഇതിൻ്റെ ഉള്ളിൽ ലിക്വിഡ്സ്, ദ്രാവകത്തിനെ വരക്കാൻ. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി തെറ്റായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ ഫിഗർ തന്നെ എന്ത് ചെയ്യും? തെറ്റായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത പോയിന്റ്, ഇവിടെ ഈ പറയുന്ന കേശിക കുഴൽ ഇതിനുള്ള ഇറക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ 2 ടൈപ്പ് ഫോഴ്സസ് ഉണ്ട്, 2 ടൈപ്പ് ബലങ്ങളുണ്ട്. 2 ടൈപ്പ് ബലങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് കൊഹസീവ് ഫോഴ്സ് അല്ലെ, മറ്റൊന്ന് അഡിസീവ് ഫോഴ്സ്. കൊയിഷൻ ബലവും അഡിഷൻ ബലവും അല്ലെ. 2 ടൈപ്പ് ഫോഴ്സസ് ഇവിടെ ഉണ്ട്, 2 ടൈപ്പ് ബലമുണ്ട്. ഓക്കെ, ഈ രണ്ട് എക്സ്പെരിമെന്റിൽ അതുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ഏതാണ് ഇവിടെ കൂടുതൽ? കൊഹസീവ് ഫോഴ്സ് ആണോ അഡിസീവ് ഫോഴ്സ് ആണോ? കൊയിഷൻ ബലമാണോ അത് അഡിഷൻ ബലമാണോ ഇവിടെ കൂടുതലെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, ഇവിടെ ഈ വാട്ടർ എടുത്ത് നോക്കാം. ഉദാഹരണത്തിന് സങ്കല്പിക്കുക, ഞാനാണ് വാട്ടർ. ഓക്കെ, എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക ഇനം തന്മാത്ര കൊണ്ടാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു കുഴലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാം, ഒരു കുഴലിൽ അടിയിൽ പെട്ട് നിൽക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണം? മുകളിലേക്ക് കയറണം. മുകളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, മുകളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഈ കുഴലിൻ്റെ 2 സൈഡിലും ഞാൻ എന്ത് ചെയ്യണം? പറ്റി പിടിച്ചിട്ട് ഇങ്ങനെ കയറണം അല്ലേ? ഞാൻ ഒരു ജലമാണെന്ന് സങ്കല്പിക്കുക. എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേക ഇനം തന്മാത്ര കൊണ്ടാണ്. ഇവിടെ ചുറ്റുമുള്ള ഈ കുഴലുണ്ടാക്കിയിരിക്കുന്നത് മറ്റൊരു തന്മാത്ര കൊണ്ടാണ്. ഞാൻ എന്ത് ചെയ്യണം? ഈ കുഴലുമേൽ പറ്റി പിടിക്കണം. എന്ന് വെച്ചാൽ 2 തന്മാത്രകൾ, 2 മോളിക്യൂൾസ് തമ്മിൽ എന്ത് ചെയ്യണം? ഒരു അട്രാക്ഷൻ വേണം അല്ലേ? അപ്പോൾ നോക്കുക, 2 മോളിക്യൂൾസ്, 2 വ്യത്യസ്ത ടൈപ്പ് മോളിക്യൂൾസ് തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ എന്നാലല്ലേ മുകളിലേക്ക് ഉയരാൻ കഴിയുള്ളൂ അല്ലേ? 2 വ്യത്യസ്ത ടൈപ്പ് മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷൻ ഏതാണ്? അഡിസീവ് ഫോഴ്സ് അല്ലേ? 2 വ്യത്യസ്ത ഇനം തന്മാത്ര തമ്മിലുള്ള ആകർഷണ ബലം ഏതാണ്? അഡിഷൻ ബലം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ജലം എന്ത് ചെയ്യണം? ഇതിന് ചുറ്റുമുള്ള ഈ ഗ്ലാസിന്റെ ഈ ഒരു ട്യൂബുമ്മ പറ്റി പിടിച്ചിങ്ങനെ മുകളിലേക്ക് കയറണം. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ബലം ഏതിനായിരിക്കണം? അഡിസീവ് ഫോഴ്സ് അഥവാ അഡിഷൻ ബലത്തിനായിരിക്കണം. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, കാപ്പിലറി റൈസിലെ അഡിസീവ് ഫോഴ്സ് ഇസ് മോർ ദാൻ കൊഹസീവ് ഫോഴ്സ്. കേശിക ഉയർച്ചയിൽ കൊയിഷൻ ബലത്തിനേക്കാൾ കൂടുതൽ ആരാണ്? അഡിഷൻ ബലമാണ്. ക്ലിയർ ആണോ? ഓക്കെ, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഭാഗത്ത്. എങ്ങനെയായിരിക്കും? ഈ ഭാഗത്ത് കൊഹസീവ് ഫോഴ്സ് കൂടുതൽ, അഡിസീവ് ഫോഴ്സ് കുറവ്. കൊയിഷൻ ബലം കൂടുതൽ, അഡിഷൻ ബലം കുറവ്. ഓക്കെ, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ഇവിടെ ഉയർച്ച, ഇവിടെ താഴ്ച. അതേപോലെ ഇവിടെ ഒന്ന് കൂടുതലാണെങ്കിൽ ഇവിടെ മറ്റൊന്ന് കുറവായിരിക്കും. ക്ലിയർ ആണോ? ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അഡിസീവ് ഫോഴ്സ് കൊഹസീവ് ഫോഴ്സിനേക്കാൾ കൂടിയാൽ, അഡിഷൻ ബലം കൊയിഷൻ ബലത്തിനേക്കാൾ കൂടിയാൽ എന്ത് സംഭവിക്കും? ഉയർച്ച സംഭവിക്കും, റൈസ് ചെയ്യും. ഇനി നേരെ ഓപ്പോസിറ്റ്, കൊഹസീവ് ഫോഴ്സ് അഡിസീവ് ഫോഴ്സിനേക്കാൾ കൂടിയാൽ, കൊയിഷൻ ബലം അഡിഷൻ ബലത്തിനേക്കാൾ കൂടിയാൽ എന്ത് സംഭവിക്കും? താഴ്ച, ഡിപ്രഷൻ സംഭവിക്കും. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഇനി അടുത്തൊരു പോയിന്റ് പഠിക്കാനുള്ളത്, നമ്മൾ ഈ പറയുന്ന കുഴലിൻ്റെ ഈ ഒരു ട്യൂബിൻ്റെ ഡയമീറ്റർ കൂട്ടുക, വ്യാസം എന്ത് ചെയ്യുക? കൂട്ടുക. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു വളരെ ചെറിയ ട്യൂബാണ്, വളരെ നേരോ ട്യൂബാണ്. ഇതൊന്നുകൂടെയാണ് വലുതാക്കി നോക്കിക്കഴിഞ്ഞാൽ
കാപ്പിലറി റൈസ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക, അഥവാ കേശിക ഉയർച്ച കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക എന്നുള്ളതാണ് അറിയേണ്ടത്. ഓക്കെ, ഇവിടെ ഈ ഒരു പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഡയമീറ്റർ കൂടുമ്പോൾ കാപ്പിലറി റൈസ് കുറയും. ഓക്കെ, പോയിന്റ് ഇങ്ങനെ തന്നെ പഠിക്കുക. ഡയമീറ്റർ കൂടുമ്പോൾ കാപ്പിലറി റൈസിന്റെയും കുറയും. വ്യാസം കൂടുമ്പോൾ കേശിക ഉയർച്ച എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട അടുത്ത പോയിന്റ്. ആസ് ഡയമീറ്റർ ഇൻക്രീസസ് കാപ്പിലറി റൈസ് ഡിക്രീസസ്. വ്യാസം കാപ്പിലറി ട്യൂബിന് കേശിക കുഴലിന്റെ വ്യാസം കൂടുമ്പോൾ കേശിക ഉയർച്ച കുറയുന്നു. ക്ലിയർ ആണോ? ഇത്രയുമാണ് നിങ്ങൾക്ക് കാപ്പിലാരിറ്റി അഥവാ കേശികത്വം എന്നുള്ള ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വിസ്കസ് ഫോഴ്സ്, മറ്റൊന്ന് വിസ്കോസിറ്റി. ഓക്കെ, ഈ രണ്ട് ടോപ്പിക്കിലേക്ക് നമുക്കൊന്ന് പോകാം. അടുത്തതായിട്ട് നോക്കിക്കോളൂ, നമ്മൾ രണ്ട് ടൈപ്പ് ലിക്വിഡ്സ് എടുക്കുക, രണ്ട് ടൈപ്പ് ദ്രാവകങ്ങൾ. ഓക്കെ, ഉദാഹരണത്തിന് ജലം തേനും എടുത്തു. ഓക്കെ, വാട്ടർ ആൻഡ് ഹണി. എന്നിട്ട് ഞാൻ രണ്ടും ഒരേ സമയം ഒഴിച്ചു നോക്കുമ്പോൾ ഏതിനാണ് ഏറ്റവും കൂടുതൽ വേഗതയിൽ ഒഴുകാൻ കഴിയുന്നത്, ഏതിനാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഫ്ലോ ചെയ്യാൻ കഴിയുന്നത്? ഏതാണ്? വാട്ടറാണ് അല്ലേ? വെള്ളത്തിനാണ്, ജലത്തിനാണ്. തേനിനോ അത്രയധികം സ്പീഡിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, ഒഴുകാൻ കഴിയുന്നില്ല. അപ്പോൾ രണ്ട് ടൈപ്പ് ലിക്വിഡ്സ് എടുത്തപ്പോൾ രണ്ട് ടൈപ്പ് സ്പീഡാണ് നമുക്ക് കണ്ടത് അല്ലേ? അപ്പോൾ നമുക്കറിയണം എന്തുകൊണ്ടാണ് ഈ ദ്രാവകങ്ങൾക്ക് വ്യത്യസ്ത വേഗത. അതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോളൂ, നമ്മൾ ഒരു ദ്രാവകത്തിൽ കൺസിഡർ ചെയ്യുന്നത് അതിന് ഒരുപാട് തട്ടുകൾ ഉണ്ടെന്നാണ്. ഓക്കെ, ഒരുപാട് തട്ടുകൾ എന്ന് വെച്ചാൽ തേൻ എടുത്തു കഴിഞ്ഞാൽ തേനിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് തട്ടുകളാക്കിയിട്ടാണ് ആ തേൻ മുഴുവനായിട്ട് നമ്മൾ കാണുന്നത് എന്നർത്ഥം. ഓക്കെ, ഈ തട്ടുകളായതുകൊണ്ട് നമുക്കിതിനെ വിളിക്കാം ദ്രാവക പടലങ്ങൾ. ഓക്കെ, ഇംഗ്ലീഷിൽ വിളിക്കാം ലിക്വിഡ് ലെയേഴ്സ്. ദ്രാവക പടലങ്ങൾ അഥവാ ലിക്വിഡ് ലെയേഴ്സ്. നമ്മളത് ഒഴുക്കി വിടാണ് അല്ലേ? ഒഴുക്കി വിടുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് ചലിക്കും, മോഷനിലാണ്. അപ്പോൾ നമുക്ക് പറയാം ലിക്വിഡ് ലെയേഴ്സ് ഇൻ മോഷൻ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾ. ഓക്കെ, അല്ലാതെ ഒരു കുപ്പിയിൽ എടുത്തു വെച്ചതല്ല, ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാണ് ഇതിലുള്ള ഒരു തട്ട് മറ്റൊരു തട്ടിന് അഥവാ ഒരു പടലം മറ്റൊരു പടലത്തിന് ഒരു ഘർഷണ ബലം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു ലെയർ മറ്റൊരു ലെയറിന് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. എന്താ ഫ്രിക്ഷണൽ ഫോഴ്സ്? ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലെ ടൈൽസ് വളരെ മിനുസാണ്, എന്നാൽ റോട്ടിലേക്ക് പോയി കഴിഞ്ഞാലോ ഭയങ്കര ഒരസലാണ് അല്ലേ? അങ്ങനെയാണ് നമുക്ക് പറയാം ടൈൽസിന് ഘർഷണ ബലം അഥവാ ഫ്രിക്ഷൻ ഫോഴ്സ് കുറവും, റോഡിന് ഘർഷണ ബലം അഥവാ ഫ്രിക്ഷൻ ഫോഴ്സ് കൂടുതലുമാണ്. എന്ന് വെച്ചാൽ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടി? ഒരസൽ ഏറ്റവും കൂടുതൽ എവിടെയാണോ അവിടെയാണ് ഘർഷണ ബലം കൂടുതൽ. എന്ന് വെച്ചാൽ ഘർഷണ ബലം ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് വെച്ചാൽ ഒരു ഒരസലാണ്. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് ആര്? ഫ്രിക്ഷണൽ ഫോഴ്സ്. അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു തട്ട് എന്ത് ചെയ്യുന്നു? മറ്റൊരു തട്ടിന് മറ്റൊരു തട്ടിന് എന്ത് ചെയ്യുന്നു? ഒരു ഘർഷണ ബലം കൊടുക്കുന്നു, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ ഘർഷണ ബലം, ഓക്കെ, ഘർഷണ ബലം അഥവാ ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ വേഗത കൂടാണ് ചെയ്യുക, കുറയാണ് ചെയ്യുക? ഓക്കെ, ഒരസലാണല്ലോ ഇത്. ഈ ഫ്രിക്ഷൻ ഫോഴ്സ് ഘർഷണ ബലം എന്ന് വെച്ചാൽ ഒരസൽ കൂടിക്കഴിഞ്ഞാൽ വേഗത കൂടുക ചെയ്യുക, കുറേ ചെയ്യുക. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലെ ഒരു പ്ലാസ്റ്റിക് ബോൾ നമ്മൾ വീട്ടിലെ ടൈൽസിലൂടെ ഇങ്ങനെ ഉരുട്ടി നോക്കുക, നല്ല സ്പീഡ് പോകും. അതേപോലെ റോട്ടിലൂടെ ഉരുട്ടി കഴിഞ്ഞാലോ അത്ര വേഗതയിൽ പോകില്ല. ഒരസൽ കൂടി കഴിഞ്ഞാൽ വേഗത അങ്ങോട്ട് കുറയും. അപ്പോൾ ഇവിടെയും എന്ത് സംഭവിക്കുകയാണ്? ഒരാൾ മറ്റൊരാളുടെ മേൽ ഘർഷണ ബലം കൊടുക്കുന്നത് കൊണ്ട് അവിടെ എന്ത് സംഭവിക്കുകയാണ്? ഒരാളുടെ വേഗത കുറയാണ്. ഒരാളെ അപേക്ഷിച്ചിട്ട് ഒരു തട്ടിനെ അപേക്ഷിച്ചിട്ട് വേറൊരു തട്ടിൻ്റെ വേഗത എന്ത് ചെയ്യാണ്? കുറയണം. എന്ന് വെച്ചാൽ ഒരു തട്ട് കുറച്ച് മുന്നിലാണെങ്കിൽ അടുത്ത ആൾ കുറച്ചുകൂടി ബാക്കിൽ, അടുത്ത ആൾ പിന്നെ ബാക്കിൽ ഇങ്ങനെ വേഗത കുറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു? ഒരു ഘർഷണ ബലം ഇയാൾക്ക് കൊടുക്കുന്നു, ഫ്രിക്ഷൻ ഫോഴ്സ് ഇയാൾക്ക് കൊടുക്കുന്നു.
അടുത്ത ആൾക്ക് കൊടുക്കുന്നു, ഈ രണ്ടാമത്തെ ആൾ മൂന്നാമത്തെ ആൾ കൊടുക്കുന്നു, മൂന്നാമത്തെ ആൾ നാലാമത്തെ ആൾക്ക് കൊടുക്കുന്നു, നാലാമത്തെ ആൾ അഞ്ചാമത്തെ ആൾക്ക് കൊടുക്കുന്നു. ഇങ്ങനെ ഇങ്ങനെ കൊടുത്ത് കൈമാറി പോവുകയാണ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വേഗത എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഒരാളെ അപേക്ഷിച്ചിട്ട് മറ്റൊരാളുടെ വേഗത എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഒരാളുടെ ചലനത്തെ അപേക്ഷിച്ച് മറ്റൊരാളുടെ ചലനം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതിന് നമുക്ക് വിളിക്കാം ആപേക്ഷിക ചലനം. ഓക്കെ, ഓരോ ടേംസും പഠിച്ചു വെക്കുക. ആപേക്ഷിക ചലനം അഥവാ റിലേറ്റീവ് മോഷൻ. റിലേറ്റീവ് മോഷൻ എന്തുകൊണ്ടാണ് റിലേറ്റീവ് മോഷൻ എന്ന് വിളിച്ചത്? ഒരാളുടെ മോഷന് റിലേറ്റ് നോക്കുമ്പോൾ മറ്റൊരാളുടെ മോഷൻ എന്ത് ചെയ്യുന്നു? കുറയുന്നു. വേഗത എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതുകൊണ്ട് അതിനെ ആപേക്ഷിക ചലനം അഥവാ റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കട്ടോ. നമുക്ക് ഡെഫിനിഷനിലേക്ക് പോകണം. അപ്പോൾ ഡെഫിനിഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ ടേംസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ നമ്മൾ പറഞ്ഞ ഇതുവരെ എടുത്തു വെച്ച പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലം, ലിക്വിഡ് ലെയേഴ്സ് ഇൻ മോഷൻ. ഈ ലിക്വിഡ് ലെയേഴ്സിന് ആപേക്ഷിക ചലനത്തിനെ, ഇവർ തമ്മിലുള്ള ചലനത്തിനെ തടസ്സപ്പെടുത്തുന്ന അതല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുന്ന, ഓക്കെ, തടസ്സപ്പെടുത്തുന്ന, ഇംഗ്ലീഷിൽ പ്രിവെന്റ്, തടസ്സപ്പെടുത്തുന്ന, ഈ ആപേക്ഷിക ചലനത്തിനെ തടസ്സപ്പെടുത്തുന്ന ഒരു ടൈപ്പ് ഫോഴ്സ് ഉണ്ട്, ഒരു ടൈപ്പ് ബലമുണ്ട്. ആ ബലത്തെ ഏതാണ്? ഘർഷണ ബലം, അല്ലെ? ഇങ്ങനെയുള്ള ഘർഷണ ബലത്തെ വിളിക്കുന്ന പേരാണ് വിസ്കസ് ഫോഴ്സ് അഥവാ വിസ്കസ് ബലം. ഓക്കെ, ഡെഫിനിഷൻ ആദ്യ ടേംസ് പറയാൻ ഡെഫിനിഷനിലേക്ക് കടക്കുന്നില്ല. ആദ്യ ടേംസുകൾ നോക്കാം, ഇംഗ്ലീഷ് നോക്കാം. ലിക്വിഡ് ലെയേഴ്സ് ഇൻ മോഷൻ. ഓക്കെ, ഈ ലിക്വിഡ് ലെയേഴ്സ് ഇൻ മോഷൻക്ക് ഇടയിൽ, ബിറ്റ്വീൻ ദ ലിക്വിഡ് ലെയേഴ്സ് ഇൻ മോഷൻ, അവിടെ ഇവരുടെ റിലേറ്റീവ് മോഷനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് വിളിക്കുന്ന പേരാണെന്ത്? വിസ്കസ് ഫോഴ്സ്. ഓക്കെ, ഡെഫിനിഷൻ ഇനി നമുക്ക് ഡെഫിനിഷനിലേക്ക് പോവാം. മലയാളം മീഡിയം നോക്കാം. ചലിച്ചു കൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന, ആപേക്ഷിക ചലനത്തിനെ തടസ്സപ്പെടുത്തുന്ന ഒരു ഘർഷണ ബലമുണ്ട്. ഈ ഘർഷണ ബലമാണ് ആര്? വിസ്കസ് ബലം. ഓക്കെ, ഈ ഓട്ടത്തിന് പോവാം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു ഘർഷണ ബലമുണ്ട്. ഈ ഘർഷണ ബലമാണ് ആര്? വിസ്കസ് ബലം. അപ്പോൾ വിസ്കസ് ബലം എന്ന് പറയുന്നത് ഒരു ഘർഷണ ബലമാണ്. ഇംഗ്ലീഷ് മീഡിയം നോക്കിക്കോളൂ. ബിറ്റ്വീൻ ദ ലിക്വിഡ് ലെയേഴ്സ് ഇൻ മോഷൻ, ബിറ്റ്വീൻ ദ ലിക്വിഡ് ലെയേഴ്സ് ഇൻ മോഷൻ there is a frictional force. ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ഓർഡർ മലയാളം മീഡിയത്തിന്റെ ഓർഡർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ഈ ഓർഡർ തന്നെ പഠിക്കുക. ബിറ്റ്വീൻ ദ ലിക്വിഡ് ലെയേഴ്സ് ഇൻ മോഷൻ there is a frictional force which prevent, എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തുന്നു. വിച്ച് പ്രിവെന്റ്, എന്തിന് പ്രിവെന്റ് ചെയ്യുന്നു? ദ റിലേറ്റീവ് മോഷൻ ഓഫ് ലെയേഴ്സ്, അല്ലെങ്കിൽ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ലെയേഴ്സ്. ഓക്കെ, ദിസ് ഫ്രിക്ഷൻ ഫോഴ്സ് ഈസ് കോൾഡ് വിസ്കസ് ഫോഴ്സ്. നോക്കാം, ബിറ്റ്വീൻ ദ ലിക്വിഡ് ലെയേഴ്സ് ഇൻ മോഷൻ there is a frictional force which prevent the relative motion between layers. This frictional force is called viscous force. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് മാത്രം എന്ത് ചെയ്യുക? ഡെഫിനിഷൻ പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണ് വിസ്കോസിറ്റി എന്നുള്ളതാണ്. നോക്കാം, നമ്മൾ ഇവിടെ ഓരോ ദ്രാവകങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഓരോന്നിന് വേഗത വ്യത്യസ്തമാണ്. വേഗത കുറയാനുള്ള കാരണം ആരാന്ന് പറയുന്നത് ഈ പറയുന്ന വിസ്കസ് ഫോഴ്സ് അഥവാ വിസ്കസ് ബലമാണ്. അപ്പോൾ ഓരോ ദ്രാവകത്തിനും വ്യത്യസ്ത വേഗതയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്ത എന്തായിരിക്കണം? വിസ്കസ് ഫോഴ്സ് ആയിരിക്കണം, വിസ്കസ് ബലമായിരിക്കണം. അപ്പോൾ ഓരോ ദ്രാവകത്തിനും വ്യത്യസ്ത കഴിവുകളുണ്ട്, വ്യത്യസ്ത സവിശേഷതകളുണ്ട്, വ്യത്യസ്ത ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി അഥവാ ഈ സവിശേഷ സ്വഭാവം, എന്തിനുള്ള സവിശേഷ സ്വഭാവം? ഇങ്ങനെ വേഗത കുറക്കാനുള്ള ഈ സവിശേഷ സ്വഭാവം, ഇതിന് വിളിക്കാം വിസ്കോസിറ്റി. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് വിസ്കോസിറ്റി. ഇംഗ്ലീഷിലും മലയാളത്തിലും വിസ്കോസിറ്റി എന്ന് തന്നെയാണ് പറയാം. ഓക്കെ, അപ്പം എന്താണ് വിസ്കോസിറ്റി എന്ന് ചോദിച്ചാൽ എന്താ പറയാ? അത് മലയാളം മീഡിയം നോക്കിക്കോളൂ. ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറക്കാൻ വിധത്തിൽ അവയ്ക്കിടയിൽ ബലം ഉളവാക്കാനുള്ള ദ്രാവകത്തിന്റെ സവിശേഷ സ്വഭാവമാണ് വിസ്കോസിറ്റി. വിസ്കോസിറ്റി ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് to prevent the relative motion between its different layers. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്.
ഓക്കെ, എന്ന് വെച്ചാൽ വിസ്കോസിറ്റി കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ വിസ്കസ് ഫോഴ്സ്, വിസ്കസ് ബലം കൂടി എന്നാണ്. വിസ്കസ് ബലം എന്ന് വെച്ചാൽ ഘർഷണ ബലമാണെന്ന് നമ്മൾ പറഞ്ഞു, അഥവാ ഫ്രിക്ഷൻ ഫോഴ്സ് ഒരസലാണ്. ഇനി അങ്ങനെ ആലോചിക്കുക, വിസ്കോസിറ്റി കൂടി എന്ന് വെച്ചാൽ അവിടെ ഒരു ഒരസൽ കൂടി, ഒരസൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വേഗത അങ്ങോട്ട് കുറയും. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രം. വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളാണോ ലിക്വിഡ് ആണോ അവിടെ എന്ത് ചെയ്യും? വേഗത കുറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ അവിടെ വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളുണ്ട്, കുറഞ്ഞ ദ്രാവകങ്ങളുണ്ട്. ഉദാഹരണത്തിന് തേൻ എടുത്തു. തേൻ എന്താണ്? വിസ്കോസിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അവിടെ വരസിലല്ലോ കൂടുതലായതുകൊണ്ടല്ലേ വളരെ കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്നത്. അതായത് അവിടെ വിസ്കോസിറ്റി എന്താണ്? വളരെ കൂടുതലാണ്. അതേസമയം മണ്ണെണ്ണ എടുത്തു കഴിഞ്ഞാലോ വിസ്കോസിറ്റി വളരെ കുറവാണ്, അതുകൊണ്ട് വേഗതയിൽ സഞ്ചരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ നോക്കാം, അങ്ങനെ വിസ്കോസിറ്റി കൂടിയ പദാർത്ഥങ്ങളുണ്ട്, വിസ്കോസിറ്റി കുറഞ്ഞ പദാർത്ഥങ്ങളുണ്ട്. വിസ്കോസിറ്റി കൂടിയവയെ നമുക്ക് വിളിക്കാം വിസ്കസ് ലിക്വിഡ്സ്. ഓക്കെ, വിസ്കസ് ലിക്വിഡ്സ് അഥവാ വിസ്കസ് ദ്രാവകം. വിസ്കസ് ദ്രാവകം. ഇനി വിസ്കോസിറ്റി കുറഞ്ഞ ലിക്വിഡ്സിനെ നമുക്ക് വിളിക്കാം മൊബൈൽ ലിക്വിഡ്സ്. മൊബൈൽ ലിക്വിഡ്സ് അഥവാ മൊബൈൽ ദ്രാവകം. നമ്മൾ ഫോം വിളിക്കുന്ന മൊബൈൽ അല്ല കേട്ടോ, മൊബൈൽ ദ്രാവകം. അപ്പോൾ നോക്കാം, രണ്ട് വിസ്കോസിറ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ട് ഭാഗങ്ങളാക്കുകയാണ് ലിക്വിഡ്സിനെ, രണ്ട് കാറ്റഗറി ആക്കുകയാണ് ആരെ? ദ്രാവകങ്ങളെ. ഏതൊക്കെയാണ്? ഒന്ന് വിസ്കസ് ലിക്വിഡും മറ്റൊന്ന് മൊബൈൽ ലിക്വിഡും. വിസ്കസ് ദ്രാവകം അതുപോലെ മൊബൈൽ ദ്രാവകങ്ങളും. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവിടെ വിസ്കോസിറ്റി കൂടിയതിനെ എന്ത് വിളിച്ചു? വിസ്കസ് ലിക്വിഡ്, വിസ്കസ് ദ്രാവകം. വിസ്കോസിറ്റി കുറഞ്ഞതിനെ എന്ത് വിളിച്ചു? മൊബൈൽ ലിക്വിഡ്സ് അഥവാ മൊബൈൽ ദ്രാവകം. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് ഈ കാറ്റഗറി. അപ്പോൾ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. വിസ്കസ് ലിക്വിഡ്, വിസ്കോസിറ്റി കൂടിയ ഒന്ന് നമ്മൾ പറഞ്ഞു തേന്, ഹണി. ഇനി മൊബൈൽ ലിക്വിഡ്സ് എന്ന് വെച്ചാൽ വിസ്കോസിറ്റി കുറഞ്ഞത്, എക്സാമ്പിൾ കെറോസിൻ, മണ്ണെണ്ണ. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ഇനി ഒരൊറ്റ ക്വസ്റ്റ്യന്റെ ആൻസർ കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക് എന്ത് ചെയ്തു? അവസാനിച്ചു. നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ എന്ന്. ക്വസ്റ്റ്യൻ ഇതാണ്: വി ഷുഡ് മസാജ് ദ ബോഡി ഓഫ് എ പേഴ്സൺ ഹൂ ഗെറ്റ്സ് ഇലക്ട്രിക് ഷോക്ക്. വൈദ്യുതാഘാതം ഏറ്റ ഒരാളുടെ ശരീരം എന്ത് ചെയ്യണം? അമർത്തി തിരുമണം. എന്തുകൊണ്ട്? ഈ ഭാഗത്ത് കിടക്കുമ്പോൾ ഒരു പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അതായത് ടെമ്പറേച്ചർ കൂടിയാൽ എന്ന് വെച്ചാൽ താപനില കൂടിയാൽ വിസ്കോസിറ്റി കുറയും. വിസ്കോസിറ്റി കുറയും. ഓക്കെ, താപനില കൂടിയാൽ വിസ്കോസിറ്റി എന്ത് ചെയ്യും? കുറയും. വിസ്കോസിറ്റി കുറഞ്ഞാൽ അവിടെയുള്ള വരസൽ എന്ത് ചെയ്യും? കുറയും. എന്ന് വെച്ചാൽ വേഗത്തിൽ എന്ത് ചെയ്യും? ചലിക്കും. മനസ്സിലായോ? അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടെമ്പറേച്ചർ കൂടിയാൽ വിസ്കോസിറ്റി കുറയും. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റി ഡിക്രീസസ്. താപനില കൂടിയാൽ വിസ്കോസിറ്റി കുറയും. ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് എന്താണ് ക്വസ്റ്റ്യൻ ഉദ്ദേശം നോക്കാം. ഓക്കെ, ഒരാൾ വൈദ്യുതാഘാതം ഏൽക്കാണ്, ഷോക്ക് ഏറ്റു. ആളെ നമ്മൾ എന്ത് ചെയ്തു? അവിടുന്ന് അവിടെയുള്ള മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ആളെ രക്ഷപ്പെടുത്തി. ആൾ ബോധരഹിതനായിട്ട് കിടക്കാണ്. അപ്പോൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം, അയാളുടെ കൈയും കാലൊക്കെ ഒന്ന് അമർത്തി തിരുമ്പി ചൂടാക്കി കൊടുക്കും. അതെന്തിനു വേണ്ടിയിട്ട്? എന്തിനാ അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണമെന്ന് എന്താ ഉദ്ദേശിച്ചത്? ഓക്കെ, എന്തിനാ നോക്കിക്കോളൂ. ഒരാൾ വൈദ്യുതാഘാതം ഏറ്റു കഴിഞ്ഞാൽ അയാൾ ശരീരം എന്ത് ചെയ്യും? തണുക്കും. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കുറയും. താപനില എന്ത് ചെയ്യും? കുറയും. ശരീരത്തിന്റെ താപനില കുറയും. ഇവിടെ നമ്മൾ ഒരു പോയിന്റ് പഠിച്ചു, വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റി ഡിക്രീസസ് അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞാലോ? താപനില കുറഞ്ഞാലോ? താപനില കുറഞ്ഞാൽ വിസ്കോസിറ്റി എന്ത് ചെയ്യും? നേരെ ഓപ്പോസിറ്റ്, വിസ്കോസിറ്റി ഇൻക്രീസസ്. വിസ്കോസിറ്റി എന്ത് ചെയ്യും? കൂടും. വിസ്കോസിറ്റി ലിക്വിഡിന്റെ അഥവാ ദ്രാവകത്തിന്റെ സവിശേഷതയാണ്. നമ്മുടെ ശരീരത്തിലുള്ള ദ്രാവക ഏതാണ്? ബ്ലഡ് ആണ്. ഓക്കെ, ബ്ലഡ് ആണ് അഥവാ രക്തത്തിന്റെ ആണ് എന്ത് ചെയ്യണത്? വിസ്കോസിറ്റി കൂടുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം, വെൻ ടെമ്പറേച്ചർ ഡിക്രീസസ് ദ വിസ്കോസിറ്റി ഓഫ് ബ്ലഡ് ഇൻക്രീസസ്. താപനില കുറയുമ്പോൾ രക്തത്തിന്റെ വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നു? കൂടുന്നു. വിസ്കോസിറ്റി കൂടാന്ന് വെച്ചാൽ വരസൽ കൂടാ എന്നാണ് അർത്ഥം. വരസൽ കൂടിക്കഴിഞ്ഞാൽ വേഗത്തിൽ ചലിക്കാൻ കഴിയോ? ഇല്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിന് എന്ത് ചെയ്യാൻ പറ്റൂല? വേഗത്തിൽ ചലിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോ ഇങ്ങനെ പറയാം, രക്തയോട്ടം എന്ത് ചെയ്യുന്നു? രക്തയോട്ടം കുറയുന്നു.
അഥവാ ബ്ലഡ് ഫ്ലോ ഡിക്രീസസ്. ഇംഗ്ലീഷ് പറഞ്ഞാൽ ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ആകുന്നു. അങ്ങനെ ബ്ലഡ് ഫ്ലോ പെട്ടെന്ന് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഹൃദയാഘാതം. ഓക്കെ, പെട്ടെന്ന് എന്ത് ചെയ്യാൻ പാടില്ല? ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യാൻ പാടില്ല? ഡിക്രീസ് ചെയ്യാൻ. രക്തയോട്ടം പെട്ടെന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയാഘാതം ഉണ്ടാകും, എന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. ഓക്കെ, അപ്പൊ സംഭവം നോക്കട്ടോ. ഒരാൾ ഷോക്ക് ഏറ്റു, ടെമ്പറേച്ചർ, അപ്പൊ ആള് ടെമ്പറേച്ചർ കുറഞ്ഞു, ശരീരത്തിൽ ടെമ്പറേച്ചർ കുറഞ്ഞു, വിസ്കോസിറ്റി ഓഫ് ബ്ലഡ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ആളുടെ ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. ഹാർട്ട് അറ്റാക്ക് എന്തുണ്ടാവും? ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ദർ ഇസ് എ ചാൻസ് ഫോർ ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മലയാളം മീഡിയം നോക്കാം. അയാളുടെ ശരീരത്തിന്റെ താപനില കുറഞ്ഞതുകൊണ്ട് രക്തത്തിന്റെ വിസ്കോസിറ്റി കൂടി. വിസ്കോസിറ്റി കൂടിയതുകൊണ്ട് ശരീരത്തിന് രക്തയോട്ടം എന്ത് ചെയ്തു? കുറഞ്ഞു. രക്തയോട്ടം കുറഞ്ഞാൽ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഇവിടെ രക്തയോട്ടം കുറയാനുള്ള കാരണം എന്താ? രക്തയോട്ടം ബ്ലഡ് ഫ്ലോ കുറയാനുള്ള കാരണം എന്താ? വിസ്കോസിറ്റി കൂടിയതുകൊണ്ടാണ്. വിസ്കോസിറ്റി കൂടാനുള്ള കാരണം ആരാ? ടെമ്പറേച്ചർ കുറഞ്ഞതുകൊണ്ടാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ തിരുത്തി കഴിഞ്ഞാൽ ഇവരെല്ലാവരും എന്ത് ചെയ്യും? മാറും. എങ്ങനെ? ടെമ്പറേച്ചർ ഇവിടെ കുറഞ്ഞതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. അപ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പോൾ നമ്മൾ അമർത്തി തീരുമ്പോൾ മസാജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ, താപനില എന്ത് ചെയ്യും? കൂടും. അതാണ് ഇവിടെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ നോക്കിക്കോ, എന്താ സംഭവിക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ, ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ മസാജ് ചെയ്തിട്ട് എന്ത് ചെയ്യും? കൂട്ടും. അപ്പോൾ ശരീരത്തിൻ്റെ ബ്ലഡിൻ്റെ വിസ്കോസിറ്റി, രക്തത്തിൻ്റെ വിസ്കോസിറ്റി എന്ത് ചെയ്യും? കുറയും. അപ്പോൾ രക്തയോട്ടം എന്ത് ചെയ്യും? വിസ്കോസിറ്റി കുറഞ്ഞു എന്ന് വെച്ചാൽ അവിടെ എന്ത് കുറഞ്ഞു? അതിലുള്ള വരസൽ കുറഞ്ഞു. വരസൽ കുറഞ്ഞാൽ വേഗത എന്ത് ചെയ്യും? കൂടും. എന്ന് വെച്ചാൽ രക്തത്തിൻ്റെ വേഗത എന്ത് ചെയ്തു? കൂടി. രക്തയോട്ടം എന്ത് ചെയ്തു? കൂടി അല്ലേ? അതെന്ന് വെച്ചാൽ ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്തു? കൂടി. ബ്ലഡ് ഫ്ലോ കൂടി പറഞ്ഞാൽ വല്ലാണ്ട് കൂടി എന്നല്ല അർത്ഥം. അപ്പൊ സാധാ പോലെ എന്ത് ചെയ്തു? ബ്ലഡ് ഫ്ലോ കൂടി കാണും, സാധാ ലെവലിലേക്ക് എന്ത് ചെയ്യും? എത്തിപ്പെടും. ഓക്കെ, അപ്പോൾ സംഭവം നോക്കുക. എന്തുകൊണ്ടാണ് തിരുമണം എന്ന് പറയുന്നത്? ഷോക്ക് ഏറ്റ ഒരാളുടെ താപനില, ശരീര താപനില കുറയുന്നത് കാരണം രക്തത്തിന്റെ വിസ്കോസിറ്റി കൂടുന്നു. അതുകൊണ്ട് രക്തയോട്ടം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ, രക്തയോട്ടം കുറയുന്നു. അത് ഹൃദയാഘാതം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തിരുമുമ്പോൾ എന്താ സംഭവിക്കുന്നത്? താപനില കൂടുകയും രക്തത്തിന്റെ വിസ്കോസിറ്റി കുറയുകയും ചെയ്യുന്നു. അത് രക്തയോട്ടം എന്ത് ചെയ്യുന്നു? കൂട്ടി സാധാരണ നിലയിലേക്ക് ആക്കി മാറ്റുന്നു. ഓക്കെ ആണോ? ഇനി ഇംഗ്ലീഷ് മീഡിയം നോക്കാം. ദ പേഴ്സൺ ഹൂ ഗെറ്റ്സ് ഇലക്ട്രിക് ഷോക്ക്, the temperature of his body decreases, thus the viscosity of blood increases. Okay, ഇനി എന്താ സംഭവിക്കുക? hence the blood flow decreases. ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇറ്റ് മേ കോസസ് ഹാർട്ട് അറ്റാക്ക്. അത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നു. ഇറ്റ് മേ കോസ് ഹാർട്ട് അറ്റാക്ക്. സോ വെൻ വി മസാജ് ഹിസ് ബോഡി, ആ ബോഡി നമ്മൾ മസാജ് ചെയ്യുമ്പോൾ, വെൻ വി മസാജ് ഹിസ് ബോഡി, ദ ടെമ്പറേച്ചർ ഓഫ് ഹിസ് ബോഡി ഇൻക്രീസസ്, ദസ് ദ വിസ്കോസിറ്റി ഓഫ് ബ്ലഡ് ഡിക്രീസസ്. Thus the blood flow increases and reaches normal stage. Okay, normal സ്റ്റേജിലേക്ക് കൂടി നോർമൽ സ്റ്റേജിലേക്ക് എത്തുന്നു. ഓക്കെ, ഉദാഹരണത്തിന് ഇതാണ് നോർമൽ സ്റ്റേജ് വിചാരിക്കുക. ഈ നോർമൽ സ്റ്റേജിൻ്റെ ഒക്കെ ഒരുപാട് താഴെയാണ്. ഇതെന്ത് ചെയ്യും? രക്തയോട്ടം വീണ്ടും കൂടി എന്ത് ചെയ്തു? ഈ നോർമൽ സ്റ്റേജിലേക്ക് തന്നെ എത്തിപ്പെടും. അല്ലാതെ ഇത് കൂടി മേലേക്ക് പോയി എന്നല്ല ഉദ്ദേശിച്ചത്. ഏറ്റവും താഴെ നിൽക്കുന്നത് ഇതെന്ത് ചെയ്തു? കൂടി ഇതേ ലെവലിലേക്ക് എത്തി. ക്ലിയർ? ഇതാണ് ഇതിന് ആൻസർ. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കി മാത്രം പഠിക്കുക. എന്തുകൊണ്ട് എങ്ങനെ ഉണ്ടാകുന്നു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇനി നിങ്ങളെ വേർഡ്സ് തന്നെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഈ പോയിന്റ്സ് അവിടെ ഉണ്ടായാൽ മതി. ക്ലിയർ ആണോ? അപ്പോൾ ഇതോട് കൂടി എന്ത് ചെയ്തു? ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്സും കഴിഞ്ഞു. ക്ലിയർ? അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചാപ്റ്ററിൻ്റെ ഓരോ ഭാഗത്തും പുതിയ ടേംസുകൾ വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഒന്നിനോട് റിലേറ്റ് ചെയ്ത് പോകണില്ല. ഇപ്പോൾ കാപ്പിലാരിറ്റി, കേശികത്വം പറയുമ്പോൾ ആദ്യം പഠിച്ച ബോയൻസി, പ്ലവക്ഷം വലയിട്ട് വല്ല ബന്ധമുണ്ടോ? ഇല്ല, നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ഓരോന്നും സ്പെസിഫിക് ആയിട്ട് പുതിയ ടോപ്പിക് തന്നെയാണ് ഈ ഓരോ ചാപ്റ്ററിൽ ഓരോ ഭാഗത്തും. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോ ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയമാണെങ്കിൽ നിർബന്ധമായിട്ടും ചോദിക്കുക. ക്ലിയർ? അതോടുകൂടി ഈ ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ചാപ്റ്ററുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ആൻഡ് ടേക്ക് കെയർ.